വൈകിട്ടൊരു മൂവി കാണാൻ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലംറയാണ്. അല്ലംറയിൽ 9 മണിക്ക് ഷോയ്ക്കാണ് പോകുന്നത്. പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 2,200 2 ദിനാർ 200 ഫിൽസാണ്. പിന്നെ ഓണം ആയതുകൊണ്ട് തുണിക്കടയിലൊക്കെ നല്ല തിരക്കാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ നമ്മളെ പപ്പടവട റെസ്റ്റോറൻറ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഗ്രാൻഡ് അശോക, അതിൻ്റെ തൊട്ടപ്പുറത്ത് ലബനീസ് റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ ക്ലബ്ബ്. ഇതിനടുത്ത് എന്തോ പരിപാടി എന്തോ നടക്കുന്നുണ്ട്. ഇതാണ് തിയേറ്റർ, അൽഹംറ സിനിമ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. സീനൊക്കെ ഇത്ര കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ടോവിനോട് മൂവി കണ്ടു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലോട്ട് നടന്നു പോവുകയാണ്. ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബുദീവിയയിലാണ്. ബുദീവിയയിലെ നൈറ്റ് ലൈഫ് ഒന്നുമല്ല, വൈകിട്ടൊരു മൂവി കാണാൻ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ടോവിനവിടെ ARM എന്ന മൂവി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോ. ഈ ബുദീവിയ അടിപൊളി ഒരു സ്ഥലമാണ്. തിയേറ്ററും നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ളതെല്ലാം ഉള്ള നല്ല അടിപൊളി ഒരു ഏരിയയാണ്. ഇവിടുത്തെ അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലംറയാണ്. അല്ലംറയിൽ 9 മണിക്ക് ഷോയ്ക്കാണ് പോകുന്നത്. തിയേറ്ററിൽ ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 2,200 2 ദിനാർ 200 ഫിൽസാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. കോഴിക്കോട് ലൈവ് റെസ്റ്റോറൻറ്റ്, പിന്നെ ആ കോർണറിൽ ലീമാൻജീസ് ബ്രോസ്റ്റഡ് ഷോപ്പ്. ഈ ഏരിയയിൽ പൊതുവെ ഇവിടുത്തെ സ്വദേശികൾ കുറവാണ്. ഇവിടെ കൂടുതലും വിദേശികൾ തന്നെയാണ് ഉള്ളത്. പിന്നെ മലയാളിയും ബംഗാളിയും പിന്നെ ഫിലിപ്പീൻസ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. നമ്മുടെ ഇവിടെ ഒരു ഷവർമ ഷോപ്പുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് റോഡിലേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. തിയേറ്ററിൽ നമ്മൾ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2,200 ടിക്കറ്റിന് ചാർജ് വരുന്നത്. അതെല്ലാം ഓൺലൈനാണ് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2.5 ദിനാർ 2,700 എക്സാക്റ്റ് അത്രയാണ് ചാർജ് വരുന്നത്. ഈ റോഡ് നേരെ നടന്നു കഴിഞ്ഞാൽ നേരെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് ചെല്ലുന്നത്. അത്യാവശ്യം ഒരുപാട് നല്ല തിരക്കുള്ള സ്ഥലമാണിത്. മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ്. അത്യാവശ്യം എപ്പോഴും നല്ല റഷുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൂടി നടന്നാൽ മതി. 5 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞാൽ തിയേറ്റർ എത്തും. ഇവിടെ അങ്ങോട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ കോർണറിൽ ജ്യൂസ് ഷോപ്പ്, ഹൈദരാബാദി ബിരിയാണി സോൺ ഹൈദരാബാദ്. ഇവിടെ നല്ല കരിമ്പിൻ ജ്യൂസ് കിട്ടും. ഇവിടെ ഒരു ജ്യൂസ് കടയുണ്ട്. അടുത്ത ഷോപ്പ് ശ്രീ ഗൗരികൃഷ്ണൻ റെസ്റ്റോറൻറ്റ്. അത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണത്. അത്യാവശ്യം നല്ല ഫുഡാണ് കിട്ടുന്നത്. നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഓണം ആയതുകൊണ്ട് തുണിക്കടയിലൊക്കെ നല്ല തിരക്കാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ നമ്മളെ സെറ്റ് സാരി, മുണ്ട് അങ്ങനെയുള്ളതൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ബൈ 1 get 1 ഫ്രീ. മദീന ഫാഷൻ. അതിന് തൊട്ടടുത്ത് തന്നെ സാൻഡ്വിച്ച് ഷോപ്പ്, ലാഹോർ റെസ്റ്റോറൻറ്റ്, അത് കഴിഞ്ഞ് നെസ്റ്റോ.
ഈ നടന്നു പോകുന്ന ഏരിയയിൽ കൂടുതൽ തുണിക്കടയാണ്. പിന്നെ സ്പോർട്സ് ഐറ്റംസൊക്കെ സെയിലാക്കുന്ന കടകളുണ്ട്. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരാൻ നേരത്ത് പപ്പടവട റെസ്റ്റോറൻറ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഗ്രാൻഡ് അശോക, അതിന് തൊട്ടപ്പുറത്ത് ലബനീസ് റെസ്റ്റോറൻറ്റ്. എല്ലാം അടിപൊളി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ്. നല്ല തിരക്കാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. ഏകദേശം നമ്മൾ തിയേറ്ററിനടുത്ത് എത്താറായി. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇത് സംഗീത വെജിറ്റബിൾ റെസ്റ്റോറൻറ്റ്. ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ ക്ലബ്ബ്. ഇതിനടുത്ത് എന്തോ പരിപാടി എന്തോ നടക്കുന്നുണ്ട്, ഓണപ്പരിപാടികൾ എന്തോ നടക്കുന്നുണ്ട് ഇവിടെ. അടുത്ത റെസ്റ്റോറൻറ്റ് സദേൺ സ്പൈസ്. സംഗീത റെസ്റ്റോറൻറ്റ്. നമ്മളവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നെക്സ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിയേറ്ററിനടുത്ത് എത്തിയിട്ടുണ്ട്. ബൈ സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തിയേറ്ററായി. അത്യാവശ്യം നല്ല തിരക്കുള്ള തിയേറ്ററാണ്. ഒരുപാട് പേര് മൂവി കാണാനൊക്കെ അവിടെ വരുന്നുണ്ട്. മലയാളികളാണ് അധികം വരുന്നത്. അങ്ങനെ എല്ലാ തമിഴ് മൂവീസെല്ലാം റിലീസാവുന്ന ഒരു തിയേറ്റർ കൂടിയാണ്. ഈ തിയേറ്ററിലെ സിനിമ ആണ് നമ്മുടെ നാട്ടിലെ ഒരു ആംബിയൻസ് തന്നെയാണ്. എല്ലാവരും എല്ലാം അതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് വൈകിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു പാർക്കാണ്. പക്ഷെ ചൂടായതുകൊണ്ട് പുല്ലൊക്കെ ഉണങ്ങിപ്പോയി. നമ്മൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കും. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. കറി ഹൗസ് റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻ്റാണ്, നല്ല ഫുഡാണ്. ഇതാണ് തിയേറ്റർ, അൽഹംറ സിനിമ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് എൻട്രി വരുന്നത്. അങ്ങനെ തിയേറ്ററിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അത്യാവശ്യം ഓക്കെ 1600 വിളിച്ചുള്ള ടിക്കറ്റിന് അതിന് വേണ്ടിയുള്ള ഒരു തിയേറ്റർ അത്രേ ഉള്ളൂ. സെറ്റപ്പ് ഒന്നും അറിയാണ്ട് അത്യാവശ്യം നാട്ടിലെ ആംബിയൻസിലിരുന്ന് നമ്മൾ സിനിമ കാണും, അത്രേ ഉള്ളൂ. സീനൊക്കെ ഇത്രേ കാണിക്കാൻ പറ്റത്തുള്ളൂ. പടമൊക്കെ അടിപൊളി സൂപ്പറായിരുന്നു. അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി നല്ല വിശപ്പ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചായക്കട റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറി നല്ല ചൂട് പുട്ടും ചിക്കൻ 65 കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് റൂമിലേക്ക് പോകാൻ. 10 മിനിറ്റ് ഇല്ല, ഒരു 8 മിനിറ്റ് ഉണ്ട്. നമ്മൾ ടോവിനോട് മൂവി കണ്ടു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലോട്ട് നടന്നു പോവുകയാണ്. പടം അടിപൊളി പടമാണ്. അടിപൊളി പടമാണ്, ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അടിപൊളി പടമാണ്. തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. പൊളി പടമാണ്.
ഇപ്പോൾ രാത്രി 12:30 ഇതാ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷോപ്പൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പം നെക്സ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. നേരെയാണ് റൂമിലേക്ക് പോകുന്നത്. ബഹ്റൈനിലെ രാത്രി 12 മണി സമയത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഏത് പാതിരാത്രിയും ആരെയും പേടിക്കാതെ ആർക്കും വേണമെങ്കിലും ഇറങ്ങി പുറത്തിറങ്ങി നടക്കാം. അങ്ങനെ സിനിമയൊക്കെ കണ്ടിട്ട് റൂമിനടുത്തെത്തിയിരിക്കുകയാണ്. 2 സിനിമയും അടിപൊളി സിനിമയാണ്. പിന്നെ ടോവിനോടെ ARM എന്ന മൂവിയും ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ട എന്ന മൂവി. അടിപൊളി, 2ഉം അടിപൊളി മൂവിയാണ്. വേർത്തായിട്ടുള്ള മൂവിയാണ്. പൈസ എന്തായാലും മുതലാവും കൊടുത്തു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. അടിപൊളി മൂവിയാണ് 2ഉം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സിനിമ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. നല്ല എക്സ്പീരിയൻസ് ആണ്. അടിപൊളി സിനിമയാണ്. പൈസ പോകത്തില്ല. ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. ഓക്കെ, താങ്ക് യു.